26 വിനോദസഞ്ചാരികളെ ഭീകരർ കൊലപ്പെടുത്തിയ പഹൽഗാമിലെ ബൈസ്രൻ വാലിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ ഇപ്പോൾ ചേരുന്നുണ്ട് തത്സമയം. നന്ദഗോപൻ, ബൈസ്രൻ വാലി കനത്ത സുരക്ഷാ വലയത്തിലാണ്. സൈനികർ ആ പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ഭീകരർ അവിടെ വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. അവിടെയാണ് ജനം TV സംഘം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ, തത്സമയ വിവരങ്ങൾ പ്രദേശത്ത് നിന്നും എന്തൊക്കെയാണ് നന്ദൻ? വീണ, ഈ ബൈസൺ വാലിയിൽ മാത്രമല്ല ജമ്മു കാശ്മീരിൽ ഉടനീളം സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഈ ബൈസൺ വാലിയിൽ ഇപ്പോൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഈ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ചില മോക്ക് ഡ്രില്ലുകളാണ് നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ ചില ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഭീകരാക്രമണം, ചൊവ്വാഴ്ചയാണ് ഭീകരാക്രമണം ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് ചിതറി ഓടിയവരുടെ ഷൂവും മറ്റും ഇവിടെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വളരെ ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി മാത്രമേ ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയൂ യഥാർത്ഥത്തിൽ. മാത്രമല്ല, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ആകെ ചെളി പുരണ്ട്, അതേപോലെ തന്നെ ഈ ജനങ്ങളാകെ തിക്കും തിരക്കും പിടിച്ച് ഓടിയതിൻ്റെ ലക്ഷണങ്ങളും മറ്റും ഇവിടെ കൃത്യമായി തന്നെ കാണാൻ കഴിയും. ഏതാണ്ട് ഉച്ചയ്ക്ക് 2:30 ഈ ഒരു ഭീകരാക്രമണം ഉണ്ടായത്. 7 പേരടങ്ങുന്ന സംഘമാണ് ഈ അക്രമത്തിന് പിന്നിലെന്നുള്ളതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. അതിൽ 3 പേർ പാകിസ്ഥാൻ സ്വദേശികളാണെന്ന് അനുമാനിക്കുന്നു. പ്രത്യേകിച്ച് അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തുവാൻ കാരണം ഇവർ സംസാരിച്ചിരുന്ന ഭാഷ ഈ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രൊവിഷനിൽ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഉറുദു ഭാഷ, അതിന് സമാനമായ ഭാഷയാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പാകിസ്ഥാനികളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ഏതായാലും 3 ഭീകരരുടെ രേഖാചിത്രങ്ങൾ ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ആ രേഖാചിത്രങ്ങൾ ഇതിൽ കാണുന്നവരെ തിരിച്ചറിയുന്നവർക്ക് 20 ലക്ഷം രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ഭീകരർ ഇതിനപ്പുറത്തേക്ക് ഈ ഭീകരർ ഇവിടെ തന്നെ, മറ്റെവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടാകാം എന്നുള്ളൊരു നിഗമനം തന്നെ അന്വേഷണ സംഘത്തിനുണ്ട്. കാര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബൈസ്രൻ വാലിക്ക് പിറകിലായി ഒക്കെ വലിയ നിബിഡമായ കാടാണ്, പൈൻ കാടുകളാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നും ഭീകരർക്ക് മറ്റെവിടേക്കും പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നത്. അതേസമയം ഈ മോഡസ് ഓപ്പറാണ്ടി പരിശോധിച്ചാൽ, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പരിശോധിച്ചാൽ, ഇവിടെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോ വിഭാഗമുണ്ട്. അവർ സാധാരണ പാൻറ്റും അതേപോലെ തന്നെ ടീഷർട്ടും അതിന് മണ്ടയ്ക്ക് ഓവർ ജാക്കറ്റുമാണ് ധരിക്കാറ്. ഒപ്പം അവർ സാധാരണ കരുതുന്ന തോക്കും അവർക്കൊപ്പം ഉണ്ടാവും. ഇങ്ങനെ ഈ ജമ്മു കാശ്മീർ പോലീസിൻ്റെ കമാൻഡോ എന്ന് നടിച്ചാണ് ഇവർ ഈ വിനോദസഞ്ചാരികളെ അവരുടെ അടുത്തേക്ക് എത്തുന്നത്. അടുത്ത് എത്തിയ ശേഷം അവർ ചോദിക്കുന്നത് പേരും മറ്റുമാണ്. പിന്നീട് തുടർന്നുണ്ടായ ഇസ്ലാം മതം അല്ല, അല്ലെങ്കിൽ മുസ്ലിം അല്ല എന്ന് കണ്ടുകൊണ്ട് അവരെ വെടിയുതിർക്കുകയായിരുന്നു. അങ്ങനെ 26 പേർക്കാണ് വീണ ജീവൻ നഷ്ടമായ സാഹചര്യം ഉണ്ടായത്.